നമുക്ക് വന്നിരിക്കുന്ന വേറൊരു കോമൺ ഡൗട്ടാണ്. അതായത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ NRIക്ക് പകരം തെറ്റി റെസിഡന്റ് എന്ന സ്റ്റേറ്റസിൽ റിട്ടേൺ ഫയൽ ചെയ്താൽ എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടോ? ഓഫ് കോഴ്സ് ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ട്. കാര്യം നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തന്നെ മാറി അല്ലേ. സോ നമ്മൾ NRI എന്ന നോൺ റെസിഡൻറ്റ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ വരുന്ന ടാക്സിൻ്റെ കംപ്ലയൻസസും അതിൻ്റെ ഇംപ്ലിക്കേഷൻസും ഈവൻ ഇൻകം ടാക്സ് ജുറിസ്ഡിക്ഷൻ തന്നെ വേറെയാണ്. സോ റെസിഡൻറ്റ് എന്ന് പറയുമ്പോൾ കാറ്റഗറി ഓഫ് ജുറിസ്ഡിക്ഷനും ടാക്സ് ഓഫീസറും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നോർമലി ഇതുപോലത്തെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന ITR ഫോമാണ്. നോർമലി ITR 1 ഈസ് എ വെരി സിമ്പിൾ ഫോം. വലിയൊരു എഫേർട്ടില്ലാതെ ആൾക്കാർ ITR 1 എടുക്കും, അതിന്ന് സബ്മിറ്റ് ചെയ്യും. പക്ഷേ ITR 1 എന്നത് ഒരു റെസിഡൻറ്റിന് അപ്ലിക്കബിൾ ആവുന്ന ഒരു ഫോമാണ്. ശരിക്കും NRIക്ക് റെലവൻ്റ് ആയ ഫോം ITR 2 ആണ്. അതിൽ കുറേ അഡീഷണലി ഒരുപാട് ഡിസ്ക്ലോഷേഴ്സും കോളമും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ചിലപ്പം ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും ഈ റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുന്നത് ഒരു കാര്യം. പിന്നെ മേജറായിട്ട് വരുന്നൊരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു റിട്ടേൺ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങളൊരു NRI ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. കാര്യം റെക്കോർഡിക്കലി നമ്മൾ തന്നെ ഡിക്ലറേഷൻ ഫയൽ ചെയ്തിരിക്കുന്നത് ഞാനൊരു റെസിഡൻ്റ് എന്ന് പറഞ്ഞിട്ടാണ്. കറക്റ്റ്. നാളെ ഒരു നോൺ റെസിഡൻ്റ് ഉള്ള ബെനിഫിറ്റും നമുക്ക് കിട്ടത്തില്ല, എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അതും നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റില്ല.